പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ കർണാടകയിലേക്ക് തിരിച്ചു പോകുന്നു. ഷിരൂരിൽ നമ്മുടെ പ്രതിനിധി AK അഭിലാഷ് ഉണ്ട്. AK അഭിലാഷ്, നേരത്തെ KC വേണുഗോപാൽ അടക്കം ഉറപ്പ് നൽകിയത് വേണ്ടി വന്നാൽ സൈന്യത്തെ ഇറങ്ങേണ്ടി വന്നാൽ സൈന്യത്തെ ഇറക്കാം, അതിനുവേണ്ടി മുഖ്യമന്ത്രിയോട് പറയും, മുഖ്യമന്ത്രിയുമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ്. നമ്മൾ KC വേണുഗോപാലുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. കാരണം ഇതേതെങ്കിലും തരത്തിൽ നമ്മുടെ കുടുംബത്തിന് ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് KC വേണുഗോപാലിലൂടെ മാത്രമാണ് ഈ ഘട്ടത്തിൽ. കാരണം അവിടെ നമുക്ക് മറ്റാരെയും ഇപ്പോൾ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അതിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരുപാട് തടസ്സങ്ങളാണ് പലരും പറയുന്നത്, അല്ലേ AK അഭിലാഷ്? കഴിഞ്ഞ 48 മണിക്കൂറിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റി എന്തെടുക്കുകയായിരുന്നു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. 2 ഹിറ്റാച്ചി കൊണ്ടുപോയി 60,000 ടൺ മണ്ണ് നീക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്ത് സംവിധാനമാണ്, എന്ത് തരം ദുരന്ത നിവാരണമാണെന്ന് മനസ്സിലാകുന്നതേയില്ല. മാത്രവുമല്ല, ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥർ, നമ്മളെ അടക്കമുള്ള മാധ്യമപ്രവർത്തകരെയോ മറ്റ് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയോ കടത്തിവിടാത്തൊരു സാഹചര്യവും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ വീഴ്ച സംഭവിച്ചിട്ടുള്ള ഉത്തര കന്നഡയിലെ ജില്ലാ അതോറിറ്റിക്ക് എന്നുള്ള കാര്യം വ്യക്തമല്ലേ AK അഭിലാഷ്? തീർച്ചയായിട്ടും അതിലൊരു സംശയവുമില്ല. ആദ്യത്തെ 3 ദിവസങ്ങൾ വലിയ തരത്തിൽ വീഴ്ച സംഭവിച്ചു, മെല്ലെപ്പോക്ക് സ്വീകരിച്ചു. ഇന്നലെ ഉച്ചയോടുകൂടി, അതായത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ സർക്കാരും ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ഈ തെരച്ചിൽ ഊർജിതമാക്കിയതെന്ന് വേണം പറയാൻ. അതേസമയത്ത് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഈ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അതുപോലും നടന്നില്ല. പിന്നീടും 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 കിലോമീറ്റർ അകലെ മാധ്യമങ്ങളെ തടഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരെ തടഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കേരള പോലീസിൻ്റെ കാസർഗോഡിലെ DYSP പ്രേംസുന്ദർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. അദ്ദേഹത്തെ പോലും മടക്കി അയക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഉത്തരമേഖല SP വന്നതിന് ശേഷം മാത്രമേ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ അകത്തേക്ക് കടത്തി വിടൂ എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. ഏതായാലും ഈ ജിതിൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ജിതിൻ, എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മടക്കി വിടുന്നത്, കയറ്റി വിടാത്തത്? അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവിടെ ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അത് നമുക്കറിയില്ല. ഇനി സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ടാണോ അറിയില്ല. ചിലപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ടാവില്ല. ഇവരെ സംസാരം നോക്കണ്ട. ഇവർ സ്റ്റാർട്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഇന്നും കൂടുതൽ സേനാംഗങ്ങളൊന്നും എത്തിയിട്ടില്ല. നമ്മൾ ഇപ്പം അറിയില്ല ഇനി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല നമുക്ക്. നമ്മളിപ്പോൾ ഇത്രയും നമ്മളൊരു 1.5 മണിക്കൂറായല്ലോ ഇവിടെ നിൽക്കുന്നത്. ഇതുവരെ അങ്ങനെ ആൾക്കാർ ഇതിലൂടെ പോയി നമ്മൾ കണ്ടിട്ടില്ല. എന്താണ് പ്രതീക്ഷ ഇനി ഒന്ന് പങ്കുവയ്ക്കാനുള്ളത്? പ്രതീക്ഷ എന്നുള്ളത് നമ്മൾ എത്രയും പെട്ടെന്ന് അവനെ വണ്ടിയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അവനതൊന്ന് എടുക്കുക എന്നുള്ളത് തന്നെ. അതിനുള്ള എന്തൊക്കെ പോംവഴികളാണുള്ളത് അതെല്ലാം ഇവിടെ സ്വീകരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി എന്ത് സമ്മർദ്ദവും കേരളത്തിലെ ഗവൺമെൻറ് ഇവിടെ ചെലുത്തണമെന്നും ഞാൻ പറയുന്നു. 100 മീറ്റർ അകലെ ഇനിയും മണ്ണ് മാന്താനുണ്ട് എന്നാണ് പറയുന്നത്. മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ട്രക്കിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഇല്ല അങ്ങനെ സാഹചര്യമല്ല. 100 മീറ്റർ അല്ല, അത് മൊത്തത്തിൽ ലെങ്ത് ആയിരിക്കും. ഒരു 100 മീറ്റർ അത് നിങ്ങൾ പോയി കാണാം. 100 മീറ്റർ ഒന്നും ഉണ്ടാവില്ല. ഏകദേശം ഇവിടുന്ന് മുതൽ ആ ബാരിക്കേഡ് നിൽക്കുന്ന അത്രയും ദൂരമേ ഉണ്ടാവുള്ളൂ ഈ ലെങ്ത്തിൽ. അതിൽ വേറെ വണ്ടികൾ, അപ്പം നമുക്ക് വണ്ടിയുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് മാന്തി അങ്ങോട്ട് പോകാൻ പറ്റും. വണ്ടെടുത്തിട്ട് ഒരു സൈഡിൽ കൂടെ പോകാൻ കഴിയുന്ന വിധത്തിലാണ് ആണ്. അപകടമില്ല. വണ്ടിയിൽ ലൊക്കേഷൻ കണ്ടുപിടിച്ചാൽ അത് ഒരു സൈഡിൽ നിന്ന് എടുത്ത് പോകാൻ പറ്റും. ഈ മണ്ണ് ഊർന്ന് വീഴുന്ന ഒരു പ്രശ്നമുണ്ടോ ഇപ്പോഴും? അത് ഉണ്ട്. പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ വശം അനുസരിച്ച് അവർ ചെയ്ത് എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ്. റഡാർ സംവിധാനം രാവിലെ തന്നെ എത്തിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെ എത്തിയതായി നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഒന്നും അറിയില്ല. അരുൺ, ഇതൊക്കെ തന്നെയാണ് കാരണം. ഏതെങ്കിലും തരത്തിൽ ഇന്നലത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സജ്ജമായുള്ള ഒരു രക്ഷാപ്രവർത്തനമാണോ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. റഡാർ സംവിധാനം രാവിലെ മുതൽ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് ഇപ്പോഴും എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയുടെ ഈ പ്രവർത്തനം അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം നമ്മൾ വളരെ ദൂരെ, ഏതാണ്ട് 3 കിലോമീറ്റർ അകലെ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് എത്തിയ ഉദ്യോഗസ്ഥരെ പോലും മാറ്റി നിർത്തിയിരിക്കുന്നു. അത് ജിതിൻ തന്നെ പറയുന്നത് ഈ രക്ഷാദൗത്യം ആരംഭിച്ചോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു സംശയം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. കാരണം രക്ഷാദൗത്യം ആരംഭിക്കാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ മീഡിയയും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും കടത്തി വിടാത്തത് എന്നുള്ളൊരു ആശങ്ക കൂടിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും വലിയ ആശങ്ക തന്നെയാണ്. മാത്രമല്ല, ഉറപ്പിച്ച് നമുക്ക് പറയാം, ഉത്തര കന്നഡയിലെ ജില്ലാ അതോറിറ്റിക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തെ 48 മണിക്കൂർ, വളരെ നിർണായകമായ 48 മണിക്കൂർ ഒരു തിരച്ചിലും കാര്യക്ഷമമായി നടന്നില്ല എന്നുള്ളതാണ്. അവിടെ മൃതദേഹങ്ങൾ മാത്രമാണ് ആ ഘട്ടത്തിൽ കണ്ടെടുത്തത്. ഇതിൻ്റെ താഴെ വാഹനങ്ങൾ കുടുങ്ങിക്കിടപ്പുണ്ടോ? അങ്ങനെ കുടുങ്ങിക്കിടപ്പുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞതിന് ശേഷവും അടുത്ത 24 മണിക്കൂറും കാര്യമായ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ല. അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള സർക്കാരും ഒപ്പം തന്നെ കേരളത്തിലെ മറ്റു കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടു. KC വേണുഗോപാലടക്കം സിദ്ധരാമയ്യയും DK ശിവകുമാറുമായി സംസാരിച്ചു. കേരള സർക്കാരിൽ നിന്ന് കത്തുപോയി. അതിനുശേഷമാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ മാധ്യമങ്ങളടക്കം ഈ വാർത്ത തുടർച്ചയായി സംപ്രേഷണം ചെയ്ത് സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് മെഷീനറി അനങ്ങി തുടങ്ങിയത്. അവിടേക്ക് 3-4 ഹിറ്റാച്ചികൾ കൂടി വരുന്നു, 4-5 ടിപ്പർ കൂടി വരുന്നു. അതിനും അപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടായില്ല. NDRFിൻ്റെ സംഘം എത്തി. പക്ഷേ നേവിയുടെ സ്കൂബ ടീം അവിടെ എത്തി പുഴയിൽ തെരച്ചിൽ നടത്തി
നടത്തി. ഇന്നലെ പുഴയിൽ ലോറിയില്ല എന്ന് സ്ഥിരീകരിച്ച് തിരിച്ചുപോയി. പക്ഷേ അപ്പോഴും ആർമി അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിൽ നിൽക്കില്ലെങ്കിൽ ഇത് ആർമിക്ക് കൈമാറണം. NDRFന് കയ്യില്ലെങ്കിൽ ഇത് ആർമിക്ക് കൈമാറാൻ എന്താ തടസ്സം? ആ തടസ്സമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇത് കുടുംബത്തിനും ആശങ്കയുണ്ട്. റഡാർ എത്തിച്ചും തെരച്ചിൽ തുടരുമെന്നാണ് പറഞ്ഞതെങ്കിലും ഈ മണിക്കൂറിലും തെരച്ചിൽ തുടരുന്നുണ്ടോ ഇല്ലയോ എന്ന വിവരം പോലും നൽകാൻ ഉദ്യോഗസ്ഥർ അവിടെ ഇല്ല എന്നുള്ളതാണ്. കേരളത്തിന് പുറത്ത് ഇതാണ് പല സംവിധാനങ്ങളുടെയും അവസ്ഥ.